ഞാനും അനിയത്തിയും നാടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഒരു യാത്ര പോവുകയാണ്. യാത്ര പോകുന്ന സ്ഥലം വേറെ എങ്ങുമല്ല, ഹോസ്പിറ്റലിലേക്ക്. അങ്ങനെ ഞങ്ങളൊടുക്കം സ്ഥലത്തെത്തി. അവിടെ എത്തിയപ്പം ചെറിയമ്മയും ചേച്ചനും ആദ്യം അവിടെ എത്തി കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ OP ഷീട്ടൊക്കെ വാങ്ങി ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയി. വലിയ തിരക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് കാണിക്കലൊക്കെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ മരുന്നൊക്കെ വാങ്ങിച്ചു. എനിക്കൊരു കവർ നിറയെ മരുന്ന് തന്നിട്ടുണ്ടായിരുന്നു. ഇനി ഫുഡിൻ്റെ ഒന്നും ആവശ്യമില്ല, ഈ മരുന്ന് തന്നെ ധാരാളം. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ അനിയത്തിക്ക് സ്റ്റാർ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ചേച്ചനും അവളും കൂടെ സ്റ്റാർ വാങ്ങാൻ വേണ്ടി കയറി. അങ്ങനെ സ്റ്റാറൊക്കെ വാങ്ങിച്ച് അവിടെ നിന്ന് ഇറങ്ങി. ഇങ്ങനൊരു സ്ഥലത്ത് നല്ല ഫുഡൊക്കെ കിട്ടുമെന്നൊരു സംശയമായിരുന്നു. പക്ഷേ ഒന്നും പറയാനില്ല. നല്ല അടിപൊളി പൊറോട്ട, നല്ല സോഫ്റ്റ് പൊറോട്ടയും ചായയും ബീഫ് വരട്ടിയതും അതേപോലെ ഗ്രീൻ പീസ് മസാലയും, നല്ല അടിപൊളി ഫുഡ് കിട്ടി. ഞങ്ങളെല്ലാവരും വയറ് നിറച്ച് കഴിച്ചു. ഫുഡിനേക്കാൾ കൂടുതൽ എടുത്ത് പറയേണ്ടത് അവിടെ ഇതെല്ലാം കൊണ്ട് തന്ന ചേട്ടൻ്റെ സ്വഭാവമാണ് കേട്ടോ. വേറെ എവിടെ പോയി കഴിഞ്ഞാൽ പെരുമാറ്റം കണ്ടാൽ നമുക്ക് ഒന്നും കഴിക്കാൻ പോലും തോന്നില്ല. പക്ഷേ ഈ ചേട്ടൻ്റെ സ്വഭാവം കണ്ടാൽ വേണ്ടാത്തവർ വരെ വാങ്ങി കഴിച്ചു പോകും. അത്രയ്ക്കും നല്ല പെരുമാറ്റമായിരുന്നു. സാധനം കൊണ്ട് തന്ന് നമുക്ക് വിളമ്പി തന്ന് നമ്മളെ തീറ്റിക്കുക എന്ന് പറയില്ലേ, അതായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനും അനിയത്തിയും കഥയെല്ലാം പറഞ്ഞ് വണ്ടി എടുത്ത് പോന്നു. ചേച്ചനും ചെറിയമ്മയും മുന്നിൽ പോയി. അങ്ങോട്ട് പോകും വഴി ഞങ്ങൾ നോക്കി വെച്ച 1-2 സ്ഥലങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പം അവിടെ നിന്ന് കണ്ട് കയറി ഞങ്ങളിങ്ങനെ പോന്നു. എന്ത് രസമാണ് ഈ ചെടികളൊക്കെ ഉണ്ടായി കിടക്കുന്നത് കാണാൻ. അപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ ഞങ്ങൾ നോക്കി വെച്ചൊരു കട ഉണ്ടായിരുന്നു കേട്ടോ, ഉപ്പിലൊക്കെ ഇട്ടത്. അപ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങി ഓരോ പൈനാപ്പിൾ വെച്ച് വാങ്ങിച്ച് അത് കഴിച്ചിട്ടാണ് ഞങ്ങൾ പിന്നെ പോകുന്നത്. പിന്നെ നേരെ വിട്ടത് ചെറിയമ്മേൻ്റെ വീട്ടിലേക്കായിരുന്നു. അവിടെ അമ്മച്ചനും അമ്മമ്മയും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളവിടെ പോയി കുറച്ച് കഴിയുക അമ്മമ്മ ഞങ്ങൾക്ക് ചായയൊക്കെ എടുത്ത് തന്നു. വയറ് നിറച്ചാണ് പോരുന്നത്. പിന്നെ അമ്മമ്മയ്ക്കൊരു വിഷമം വേണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ ചായ എല്ലാം കുടിച്ചു. ഈ വർഷത്തെ ഫസ്റ്റ് കഴിക്കുന്ന ചക്കയാണ് കേട്ടോ. അതും അമ്മമ്മ ഉപ്പേരി വെച്ചാണ്. സംഭവം ഇങ്ങനെയായി, പക്ഷേ അത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്നും ചായ കുടി എല്ലാം കഴിഞ്ഞ് എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു. നമ്മുടെ റോഡിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടൊക്കെ പോയില്ലെങ്കിൽ നമ്മൾ ആ കുഴിയിൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് പയ്യെ പയ്യെ സൂക്ഷിച്ച് ഞങ്ങൾ പോകുന്നത്. ഈ നാട്ടിൽ തന്നെയുള്ള വയലാണ് കേട്ടോ, നമ്മുടെ ചമൽ ഭാഗത്തുള്ള വയലാണ്. കനകാസനോ കനകാസവോ ഇത് തലയിൽ തേക്കാനുള്ള എണ്ണ കുടിക്കായിട്ട് തന്നാണ്. ഇത് വെള്ളത്തിൽ മിക്സ് ചെയ്ത് കഴിക്കാൻ തന്നാണ്, തലയ്ക്ക് സ്വല്ലാത്തതിന്. ഇത് മേത്ത് വെച്ച് കുളിക്കാൻ തന്നാണ്. ഇത് തലയിൽ തേച്ച് കുളിക്കാൻ വേണ്ടിയിട്ട്. ഇത് തിന്നുകയും ചെയ്യാം, മേലും തേക്കാം. കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. ഈ മരുന്ന് മൊത്തം എനിക്ക് മാത്രം കിട്ടിയതാണ്. ഇത്രയ്ക്ക് മരുന്ന് അച്ഛമ്മയ്ക്ക് പോലും ഉണ്ടാവില്ല. ഇനി ഫുഡൊന്നും വേണ്ട കേട്ടോ, എനിക്ക് മരുന്ന് മാത്രം മതി. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ഹോസ്പിറ്റൽ പോക്കും മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഓക്കെ, ബൈ. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.